Ladies and gentlemen, I'm Muhammad Ali. Welcome back. ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രോ ക്യാമ്പിൽ വന്നിട്ട് 181 ഡേയ്സ്. ലാസ്റ്റ് ഡേ നമ്മൾ ചെയ്ത് 179 ഡേയ്സ് ആണ്. ഓൺലി 2 days ഗ്യാപ്പ്. അപ്പോൾ ഈ 2 ദിവസത്തെ പ്രോഗ്രസ് എന്താണെന്നല്ല പറയുന്നത്. കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം അതുപോലെ തന്നെ 2024 വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു ടൈമിലുള്ള ഇത്ര ടൈമിൽ എന്തൊക്കെ സംഭവിച്ചു, വി ആർ ലുക്കിംഗ് ബാക്ക്. അതല്ല, നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ട് എന്തൊക്കെ സംഭവിച്ചു, എന്താണ് നമ്മൾ മിസ്സായത്, അതുപോലെ തന്നെ മുന്നോട്ടുള്ള പ്രോഗ്രസ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫറൻസ് ഫ്രം ലാസ്റ്റ് വീഡിയോ, ഫ്രം പ്രീവിയസ് വീഡിയോസ്. ഓക്കെ, നമ്മൾ ഇയർ തുടങ്ങുന്നത് കുറച്ച് ഡിസിഷൻസുമായിട്ടാണ്. ബട്ട് എല്ലാം കൂടെ ഇല്ലെങ്കിലും ചില ഹാബിറ്റ്സ് സ്റ്റിൽ ഐ ഹാവ് കണ്ടിന്യൂയിങ്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഉണ്ടായിരുന്നത് ജേർണൽ ചെയ്യണം, അതുപോലെ തന്നെ ഡെയിലി മെഡിറ്റേഷൻ. there's lot of things I don't remember. ബട്ട് ഞാനിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജേർണലാണ്. ഇടയ്ക്ക് 2-3 മിസ്സായിട്ടുണ്ടെങ്കിലും ജേർണൽ ഐ ട്രൈ ടു മാക്സിമം ടു കണ്ടിന്യൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് റീഡിങ് ഓൾസോ. റീഡിങ് ഇത് പിള്ളേരിൽ അത്യാവശ്യം നന്നായി പോയത് റീഡിങ് തന്നെയാണ്. പിന്നെ ഉള്ളത് വീക്ക്ലി ഗോൾസ് ആണ്. വീക്ക്ലി ഗോൾസ് മാത്രമല്ല, റിഫ്ലക്ഷൻ, ഡെയിലി റിഫ്ലക്ഷനും വീക്ക്ലി റിഫ്ലക്ഷനും മന്ത്ലി റിഫ്ലക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ മന്ത്ലി ആണ് കംപ്ലീറ്റ് പക്കയായിട്ട് പോയത്. വീക്ക്ലിയിൽ ചില അധിക സമയങ്ങളിലും മുടങ്ങിപ്പോണ്ടായിരുന്നു. ബട്ട് റിഫ്ലക്ഷൻ റിയലി ഇതൊരു റിഫ്ലക്ഷൻ ആണല്ലോ. അതിന്റെയും കൂടി ഭാഗമായിട്ട് നമ്മൾ 6 month റിഫ്ലക്ഷൻ കൂടിയാണ് ഇപ്പൊ നോക്കുന്നത്. 6 month റിഫ്ലക്ഷൻ എന്ന് അറിയില്ലെങ്കിലും സം ഓഫ് ദ തിങ്സ് ദാറ്റ് കഴിഞ്ഞൊരു 5-6 മാസം ഉള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്ത് നമ്മൾ വെച്ച ഗോൾസിന് അലൈൻ ആയിട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി നോട്ട്. ആൻഡ് ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. നമ്മൾ മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റാതെ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ആ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കൂടിപ്പോയല്ലേ ഡയലോഗ്. അതിനകത്തിൽ ഇപ്പം കുറച്ചധികം മാറ്റങ്ങൾ വന്ന എൻ്റെ ഒരു ഹാബിറ്റാണ് റൈറ്റിങ്. തുടക്കത്തിൽ ഞാൻ എല്ലാ തേഴ്സ്ഡേയും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു 2 months സ്റ്റോപ്പ് ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ എഴുതാതിരുന്നാൽ എങ്ങനെ വർക്കാകും, അത് ഇവിടെ എനിക്ക് ബ്രോ ക്യാമ്പിനെ പഠിക്കുന്നതിൽ ബൂസ്റ്റ് ആകുന്നുണ്ട്, അല്ലെ ബ്രോ ക്യാമ്പിൻ്റെ പ്രൊജക്റ്റുകൾ ചെയ്യുന്നതിൽ എനിക്ക് ബൂസ്റ്റ് ആകുന്നുണ്ട് നോക്കി. ബട്ട് ഇറ്റ്സ് നോട്ട്. എന്നുവെച്ചാൽ എഴുതുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് വെച്ചാൽ 3 മിനിറ്റുള്ള വായിക്കാനുള്ളത് എഴുതുന്നുള്ളൂ. അത് കുറച്ച് 1 week 2 or maximum 3 hours പോകുന്നുള്ളൂ. ബട്ട് എഴുതാനിട്ട് ആ 3 hours പോകുന്നില്ല മാത്രമല്ല, അതെനിക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സ്റ്റിൽ ഞാൻ പിന്നെ അതെന്ത് വന്നു, ഈയൊരിപ്പോൾ നെല്ലിൽ പോയിക്കൊണ്ടിരുന്നത് ട്വൈസ് ഇൻ എ മന്ത്, മാസത്തിൽ 2 പ്രാവശ്യം വെച്ചാൽ 2 ആഴ്ചകളിൽ ഒന്നാക്കി. ആൻഡ് ഐ വാണ്ട് ടു കണ്ടിന്യൂ ദാറ്റ്, നെവർ മിസ് ദാറ്റ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിന് സംതിങ് പുൾ ബാക്ക്. എന്താണ് ഡിസ്ട്രാക്ഷൻസ് എന്ന് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി ഫോൺ ഉണ്ട്. ബട്ട് ലാസ്റ്റ് 1 week ആയിട്ട് about 2 weeks I'm trying to reduce my screen hours. ഒബ്വിയസ്ലി അതിൽ സോഷ്യൽ മീഡിയ വരാറുണ്ട്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്തല്ലായിരുന്നു. ബട്ട് സം പോയിന്റ് I have used it again for some reason, but definitely I want to remove it. And the next thing is that game തുടക്കങ്ങളിൽ യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ 1 point I download it again. I understand it's taking again time, and some points before I have uninstalled it. പിന്നെ വരുന്നത് ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് യൂട്യൂബിൽ വെറുതെ വീഡിയോ കാണുന്ന അതൊക്കെയാണ്. പിന്നെ വരുന്നത് മൂവീസാണ്. മൂവീസ് ടൈം എടുക്കുന്നുണ്ട്. ബട്ട് ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഇന്നറായിട്ടുള്ള എന്തോ ഒരു ഡിസ്ട്രാക്ഷൻസിനെ അത് മറക്കാൻ വേണ്ടിയിട്ട്, അത് മറക്കാൻ ഫോർഗറ്റ് അല്ല, മറഞ്ഞു കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാത്ത് വേ മാത്രമാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കിയാൽ വേറെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുന്നതാണ് നമ്മൾ ഇൻഡിസ്ട്രാക്റ്റബിൾ ബുക്ക് പറയുന്നത്. പക്ഷേ I couldn't find why I am distracting.
ഐ എം സ്റ്റിൽ സെർച്ചിങ് ഫോർ ദാറ്റ്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയതിൽ തെറ്റുണ്ടാവും എന്താ അറിയില്ല. എന്നുവെച്ചാൽ ഞാൻ ആവശ്യമില്ലാതെ സംസാരിക്കും. ഇതൊക്കെ എന്തിനാ ഇവിടെ പറഞ്ഞ ഐ ഡോണ്ട് നോ. ഐ തിങ്ക് സോ ടു ടെൽ ഐ എം ഡൂയിങ് ദാറ്റ്. എന്നുവെച്ചാൽ എനിക്ക് എല്ലാവരുമായിട്ട് ഇടപഴകണം. സോ ഐ വാണ്ട് ടു ബി എവരിവർ. സോ ഐ ടോക്ക് ടു എവരിവൺ. I interact with everyone, and I notice that when I'm not talking, when I'm not interacting, when I'm not minding others, I'm just doing. പക്ഷെ ആ സംസാരിക്കാതെ നിൽക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യം ഇരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്തോ വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നാം. എന്നുവെച്ചാൽ ഞാൻ സംസാരിക്കാൻ വരുന്നതൊക്കെ എന്നൊക്കെ ഞാൻ സപ്രസ് ചെയ്ത് ഉള്ളിൽ തന്നെ വെച്ച്. ബട്ട് I'm experimenting with that. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ, സംസാരിക്കുന്നത് ഇനിയും സംസാരിക്കാതിരുന്നാൽ എനിക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും. We need to experience, of course. Then only we can understand what we are doing, what we want to do. And ഇതൊക്കെയല്ല കുറച്ച് വേറെ കുറെ കാര്യങ്ങൾ വെച്ചാൽ I'm reflecting on that. And when it comes to next part, it's to what are the key things I need to immediately include in my daily this which will result to good things. And ഇപ്പോൾ Can't Hurt Me, ഡേവിഡ് ഗോങ്സിന്റെ മൂപ്പര ഡെഡിക്കേഷനൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ അതിൻ്റെ അത്രോളം ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് കൂടി പോകുന്ന രീതിയിലെങ്കിലും അത്ര നമ്മൾ ചെയ്യേണ്ടതിലാണ്. ഞാൻ ഡേവിഡ് ഗോങ്സിന്റെ ഫസ്റ്റ് ചലഞ്ച് എന്ന് വെച്ചാൽ യുവർ ബാഡ് കാർഡ്സ് വെച്ചാൽ അത് ഇവിടെ പറയുന്നില്ല, ഇറ്റ്സ് 2%. നമ്മൾക്ക് എന്തെങ്കിലും ഒരു സംഭവം നമ്മളെ ഉള്ളിൽ എപ്പോൾ ഉണ്ടാവും, ഒരു ചലഞ്ചായിട്ടോ അല്ല എന്തെങ്കിലും നമ്മളെ ഒരു ഡാർക്ക് സൈഡിന്നോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും എഫക്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ എന്ത് ഉള്ള ആ കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ടു ബി ഫക്കിംഗ് ഫ്രാങ്ക് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഫ്രാങ്ക് ആയിരിക്കണം. ഇത് നമുക്ക് കാണാതെ തന്നെ. ഇപ്പോൾ ഡേവിഡ് ഗോങ്സിന്റെ ചലഞ്ച് വേണമെന്ന് നോക്കിയെങ്കിൽ സംഭവം എത്ര പെട്ടെന്ന് എന്തൊക്കെയാണെന്ന് സിമ്പിളായിട്ട് പിടുത്തം കിട്ടും. എന്ന് വെച്ചാൽ നമ്മളെ ഫേസ് ചെയ്യുന്ന ഡാർക്ക് സൈഡ് എന്ന് എഴുതുക. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഗ്രോത്ത് ഉള്ളതിനെ തടയുന്ന ഫാക്ടേഴ്സ് വിച്ച് ഐ സേ നൗ, അൺവാണ്ടഡ് ടോക്ക് ഓർ ഞാൻ ആവശ്യമുള്ള സംസാരിക്കുന്നു, അതൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം. പിന്നെ സെക്കൻഡ് ചലഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് നല്ലതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, അത് ചെറുതാണെങ്കിൽ പോലും ലിസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു സിമ്പിൾ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സ്, അപ്പം നമുക്ക് ആ ഡ്രസ്സ് അന്ന് തന്നെ ഇളക്കി കഴിഞ്ഞാൽ അൺകംഫർട്ടബിൾ, ഞാൻ അന്ന് തന്നെ ഇളക്കാൻ വേണ്ടി ഞാൻ ഒരാഴ്ച ഒന്നിച്ചിളക്കുന്ന ഒരാളാണ്. അപ്പം അന്ന് തന്നെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ കംഫർട്ടബിൾ മാറുകയും ചെയ്യും, നമുക്ക് നല്ലതുമാണ്. സംതിങ് ലൈക്ക് ദാറ്റ് എന്ന് വെച്ചാൽ സിമ്പിൾ എക്സാമ്പിൾ മനസ്സിലല്ലേ, ആ രീതിയിലുള്ള. അപ്പോൾ ചില കാര്യങ്ങൾ ഇനി മുന്നോട്ട് ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്താണ്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് പ്ലാൻ ചെയ്തു, പക്ഷെ എല്ലാം വർക്കാണെന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിലൊരു 10 കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കാര്യം ഞാൻ ലൈഫ് ലോങ് സ്റ്റിക്ക് ചെയ്താൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി എ വിൻ ഫോർ മീ. ബട്ട് ഐ എം ട്രൈങ് ടു സ്റ്റിക്ക്. ഇപ്പോൾ ഞാൻ വീഡിയോസ് ബുക്കൊക്കെ പറഞ്ഞതാണ് നമ്മളെ ലക്ഷ്യം വേൾഡ് പറയുന്നതായിരിക്കാം, ഐ ഡോണ്ട് നോ. ബട്ട് എനിക്ക് പറയാമെന്ന് ഞാൻ പറയുന്നത്. And maybe it's wrong, and then I will realize later, I will change it. അപ്പോൾ നമുക്ക് അപ്പം നോക്കാം. ആൻഡ് ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു ലക്ഷ്യത്തിലെത്താൻ ഞാനിപ്പോൾ ലിസ്റ്റ് ഔട്ട് വെച്ചെന്ന് വെച്ചാൽ ഞാൻ ഫിറ്റ്നസ് എൻ്റെ മെയിൻ ഗോളായിരുന്നു. ബട്ട് ഞാൻ ആ വിചാരിച്ച പോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ കലങ്ങിക്കില്ല. അപ്പോൾ ഞാൻ ചെറിയ ഇതൊക്കെ ഇപ്പോൾ ദിവസം വേറെ 20 പുഷപ്പ്, അതൊക്കെ വളരെ കുറവാണ്. അതൊന്നും കേൾക്കണ്ട, ഇത് കാണുന്നുണ്ട മുണ്ടണ്ട. പിന്നെ ജേർണലിങ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ്. അതുപോലെ തന്നെ മിനിമം 2 മണിക്കൂർ ഹൈപ്പർ ഫോക്കസിൽ ഇരിക്കണമെന്നുണ്ട്, അതൊക്കെ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ഞാൻ ഇനി മുതൽ ഫോൺ മാക്സിമം 1 hour, മാക്സ് വരെ 1 hour. പക്ഷെ ഇവിടെ 1 hour ആവാൻ ചാൻസ് ഉണ്ടാവും. കാരണം ഇവിടെ ഓഡിയോ ടാസ്ക് മറ്റേ കാര്യം നോട്ടൊക്കെ ചെയ്യുന്നത് വാട്സപ്പ് ഒരു അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമാണ്. ബട്ട് സ്റ്റിൽ ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോ ഞാൻ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റൊക്കെ പോയിട്ട് ആവശ്യമില്ലാത്തൊക്കെ കളഞ്ഞു. പക്ഷെ യൂട്യൂബ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റുമൊക്കെ ചെയ്യും. പിന്നെ വരുന്നത് ഇറ്റ്സ് ആർട്ട് നോ മൂവീസ്. പിന്നെ
ഇതാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു ജോലി വരണം എന്ന് വിചാരിച്ച് വാങ്ങുന്ന ആളെന്നല്ല, ബട്ട് സ്റ്റിൽ നൗ ഐ വാണ്ട് ദാറ്റ് ജോബ് വെരി വൈഡ്ലി ആൻഡ് ഐ തിങ്ക് ഐ വാണ്ട് 17 lakhs. എനിക്ക് 17 LPA മിനിമം 17 LPA പോകണമെന്നാണ്. അത് ആദ്യം കുറച്ചുകൂടെ ഹൈ ആയിരുന്നു, ബട്ട് ഐ വാണ്ട് ടു ബി മോർ പ്രാക്ടിക്കലാക്കി കുറച്ചുകൂടെ വെച്ചപ്പോൾ സ്റ്റിൽ 17 LPA എന്നൊക്കെ എൻ്റെ ബാക്കിയുള്ള ബാറ്റ്സ്മാൻസ് കിട്ടിക്കുന്ന പോലെ കല്ലെടുത്തെറിയ തന്നെ. ബട്ട് ഐ ഡോണ്ട് കെയർ. നമുക്ക് പറയാനുള്ളത് പറയാത്തേ ഉള്ളൂ. ഓ ഇത്രയും ലോങ് ഒക്കെ ആയി. ഇതൊക്കെ കേട്ടിട്ട് ആര് കേട്ടല്ല. അപ്പോൾ നമ്മള് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗ്രോത്ത്. ഞാൻ ഇതൊക്കെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ആ ലെവലിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ഞാനൊന്ന് പറഞ്ഞു നയിക്കുമ്പോൾ പക്ഷെ സാരമില്ല. അങ്ങനെ നമ്മൾ ഇഫ് വി believe that we will have that something, and if genuinely we believe that we will have it, എന്നുവെച്ചാ അത് ആൽക്കമിസ്റ്റ് കിട്ടിയാണോ അല്ലാണ്ട് എവിടെ നിന്ന് കിട്ടിയാണോ നിങ്ങൾക്ക് അറിയില്ല. നമ്മളൊരു കാര്യം ആയിട്ട് നന്നായി ജെന്യൂൻ ആയിട്ട് ബിലീവ് ചെയ്ത് നമുക്കത് ആഗ്രഹിച്ച് നമുക്കത് കിട്ടും. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എന്തായാലും കിട്ടും. ഇത് കുറച്ച് വിലാസമൊക്കെ കൂടി പോകുന്നല്ലേ. യാ, ഇഫ് വി ഹാവ് കോൺഫിഡൻസ്, ജെന്യൂൻലി ബിലീവ് ദാറ്റ്, നമ്മൾ വിശ്വസിക്കണം നമുക്കുള്ളതാണ്. പക്ഷെ നമ്മളൊരു വർക്കും ചെയ്യാണ്ട് നമുക്ക് വിശ്വസിക്കാനില്ല നമുക്കുള്ള. നമ്മളെ ജെന്യൂനായിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മളെ വിശ്വസിക്കണമെങ്കിൽ 100% ഷുവർ നമുക്ക് ലഭിക്കും. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, ഇപ്പോൾ ഇത്രയൊക്കെന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ മിസ്റ്റർ ബീറ്റൊക്കെ പഴയ വീഡിയോ കിട്ടുമല്ലേ എന്ത്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അൻടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, പീസ് ഔട്ട്. പിന്നെ നിങ്ങൾ ലക്ഷ്യം കണ്ട് നിങ്ങളുടെ സ്ഥലം നിങ്ങളിലെത്തട്ടെ. ശുഭദിനം.